കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. അച്ഛനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ഇന്നേക്ക് 5-ാം ദിവസമായി. 3 ദിവസം ICUവിൽ കിടന്നതിന് ശേഷമാണ് റൂമിലേക്ക് മാറ്റിയത്. അന്ന് രാത്രിയിൽ എല്ലാവരെയും ഇവിടെ നിന്ന് ഇറക്കി വിട്ടെങ്കിലും അവർക്കാർക്കും തന്നോട് പരാതിയും പരിഭവമില്ലെന്ന് പിന്നെയുള്ള ദിവസങ്ങളിലും അവരുടെ സാമീപ്യം തനിക്ക് മനസ്സിലാക്കി തന്നു. അന്നത്തെ പോലെ ഫുൾ ടൈം വന്നിരിക്കാറില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഓടിവന്ന് കാര്യങ്ങൾ തിരക്കുന്നതിലേക്ക് അവരൊക്കെ ചുരുങ്ങി. പക്ഷെ അപ്പോഴും അവരുടെ കൺവെട്ടത്തല്ലാതെ പ്രിയപ്പെട്ടവന്റെ സാമീപ്യം താൻ തൻ്റെ അടുത്തൊക്കെ അറിയുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ 2-ാമത്തെ ദിവസമാണ് അച്ഛനെ ഒന്ന് കേറെ കാണാൻ പറ്റിയത്. പാവം അത് നല്ല മയക്കത്തിലായിരുന്നു. ആ കിടപ്പ് കണ്ടപ്പോൾ 2 ദിവസം കൊണ്ട് അച്ഛൻ ഒരുപാട് പ്രായം ചെന്ന പോലെ തോന്നി. താൻ കരയുന്നത് കണ്ട് അവസാനം നേഴ്സ് നിർബന്ധിച്ച് തന്നെ പിടിച്ചു പുറത്താക്കുകയായിരുന്നു. ഇതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അച്ഛന്റെ അറ്റാക്കിന്റെ കാര്യം പുറത്തേക്ക് വന്നത്. കാര്യം പറഞ്ഞപ്പോൾ പതിവ് പോലെ അമ്മ കുറെ പ്രാവുകയും അലക്കുകയും കരയൊക്കെ ചെയ്യുന്ന കണ്ടു. പക്ഷെ താനാണ് ശരിക്കും ഞെട്ടിപ്പോയത്. കടയ്ക്കും വീടിനും ലോൺ അടയ്ക്കുന്നത് അറിയാമായിരുന്നു. അത് മുടക്കമില്ലാതെ അടയ്ക്കാനാണ് അച്ഛൻ ഈ രാവും പകലും കഷ്ടപ്പെട്ടത് അത്രയും. പക്ഷെ അതിനിടയിൽ എപ്പോഴോ കടയിലെ വരുമാനം വല്ലാതെ കുറഞ്ഞു. ലോണുകൾ പെൻഡിങ്ങിലായി. ഇതിനിടയിൽ അച്ഛന് കൊടുത്ത അവധികളിൽ ഒന്നും അച്ഛനെ കൊണ്ട് കാശ് തിരിച്ചടയ്ക്കാൻ പറ്റിയതുമില്ല. കഴിഞ്ഞ ദിവസം ലോൺ കുടിശ്ശിക തീർത്തില്ലെങ്കിൽ വീടും കടയും ജപ്തി ചെയ്യുമെന്ന് പറയാനാണ് ബാങ്ക് മാനേജർ വിളിച്ചത്. പക്ഷേ പാവം ഇതൊന്നും തന്നെ അമ്മയും ചേച്ചിയും അറിയിച്ചിട്ടില്ല. എവിടുന്നോ ചിട്ടി പിടിച്ച കാശ് കണക്കുകൂട്ടി തിരിച്ചടയ്ക്കാമെന്ന് വെച്ചിരുന്നെങ്കിലും അതും കിട്ടിയില്ല. അങ്ങനെ ആകെ നിക്കക്കള്ളിയില്ലാതിരുന്ന സമയത്താണ് ബാങ്കിന്റെ ഈ വിളിയും പറച്ചിലുമൊക്കെ നടന്നത്. പാവത്തിന്റെ ഹൃദയം തകർന്നു പോയി കാണും. ആ ഓർമ്മയിൽ പോലും ആമ്പലുവിന്റെ കണ്ണു നിറഞ്ഞു. ഈ ഒരു അറ്റാക്ക് കൊണ്ട് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. അച്ഛന്റെ ഇടതുഭാഗത്ത് ചെറിയൊരു സ്ട്രോക്ക് വന്നു. അങ്ങനെയാണ് ആളിപ്പോ കിടക്കുന്നത്. മുഖത്തിന്റെ ഇടതുഭാഗം നല്ലോണം കോടി, ഒപ്പം ഇടത് കൈയും സ്വാധീനമില്ലാത്ത പോലെ ആയിട്ടുണ്ട്. അത് പെർമനന്റ് അല്ല എന്നാണ് ഡോക്ടറുടെ ഭാഷ്യം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആയുർവേദം പരീക്ഷിച്ചാൽ പെട്ടെന്ന് മാറും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അച്ഛനാകെ തകർന്ന മട്ടിലാണ് താനും. അച്ഛന്റെ അവസ്ഥ ഇങ്ങനെയായതും അമ്മയ്ക്കാകെ ഭ്രാന്ത് വന്ന പോലെയാണ്. ഏറ്റവും ദേഷ്യം തന്റെ നേരെയും. ഒക്കെ ശരിവെക്കാനും ചുക്കാൻ പിടിക്കാനും സ്നേഹമുള്ള അനന്തരവനും കൂടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ സകല കാര്യവും നോക്കി അടുത്തു നിൽക്കുന്നതല്ലാതെ അവരോട് രണ്ടുപേരോടും താൻ മിണ്ടിയിട്ട് ദിവസം 2 കഴിഞ്ഞു. നിനക്ക് ഫോൺ. മയങ്ങിക്കിടക്കുന്ന അച്ഛന്റെ ബെഡിലേക്ക് തല കുനിച്ചിരുന്നവളുടെ അരികിലേക്ക് മഞ്ജു ഫോൺ നീട്ടി. അവളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അഞ്ജു അടി. കഴിഞ്ഞ ദിവസമാണ് ചേച്ചിയോട് അച്ഛന്റെ വയ്യാഴിക വിളിച്ചു പറയുന്നത്. അച്ഛന്റെ അസുഖം കേൾക്കുമ്പോൾ ഓടി വരുമെന്ന് കരുതിയ ചേച്ചി ആദ്യം പറഞ്ഞത് ജോലിക്ക് കയറിയതേ ഉള്ളതുകൊണ്ട് ലീവ് കിട്ടില്ല എന്നാണ്. സങ്കടം അത്രയും തീർക്കാൻ ചേച്ചിയുടെ ചൂട് തേടിയ തനിക്ക് അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. അച്ഛന്റെ കാര്യം എന്തെങ്കിലും അന്വേഷിക്കുന്നതിന് മുന്നേ തന്നെ അവിടെ പോയതിന്റെ ചെലവും പെട്ടെന്നൊരു വരവിനെ പറ്റി ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെയുള്ള പറച്ചിൽ കേട്ടതും താൻ നിശബ്ദയായിപ്പോയി. പിന്നെ കൂടുതലൊന്നും പറയാനും കേൾക്കാനും ഇല്ലാത്ത പോലെ ഫോൺ തിരിച്ച് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അച്ഛനടുത്തേക്ക് താൻ പോയി നിന്നു. അതിനുശേഷം പിന്നെ ഇന്നാണ് തന്നെ തിരക്കുന്നത്. ഇതിനു മുന്നേ എപ്പോഴൊക്കെയോ വിളിച്ച് അമ്മയോട് എന്തൊക്കെയോ ചോദിക്കുന്ന കേട്ടെങ്കിലും തന്നെ അന്വേഷിച്ചിരുന്നില്ല. ആ ചേച്ചി പെട്ടെന്ന് വിളിക്കുന്നെന്ന് കേട്ടപ്പോൾ ഉണ്ടായ സംശയത്തോടെ അവൾ ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചു. പറഞ്ഞോ ചേച്ചി. ആ ആമ്പലു, നീ എന്തെങ്കിലും കഴിച്ചോ? അച്ഛന് കൊടുത്ത പൊടിയരിക്കഞ്ഞിയുടെ ബാക്കിയുണ്ടായിരുന്നു, അത് കുടിച്ചു. പൊടിയരിക്കഞ്ഞിയോ? ഇഷ്ടപ്പെടാത്ത പോലെയുള്ള ആ പറച്ചിൽ കേട്ടിട്ടും അവൾ മറുപടിയൊന്നും പറയാൻ നിന്നില്ല. നീ എന്തിനാ അത് കുടിക്കാൻ പോയേ? സിത്ത് വേറെ ഒന്നും വാങ്ങി തന്നില്ലേ നിനക്ക്? അച്ഛൻ അതല്ലേ കഴിക്കുന്നത്, എനിക്കും അത് മതി. തന്റെ മറുപടി ഇഷ്ടപ്പെടാത്ത പോലെ ഒരു മൂളല് കേട്ടു. ആമ്പലു, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ മനസമാധാനത്തോടെ വേണം കേൾക്കാൻ. ആമുഖം പോലെയായിരുന്നു തുടക്കം തന്നെ. അതിൽ തന്നെ ഉണ്ടായിരുന്നു ആള് പറയാൻ പോകുന്ന കാര്യം എന്തോ വലുതാണെന്ന്. ഈ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ ഗതികേടാണെന്ന് കൂട്ടിക്കോ. അറിയാലോ, അച്ഛന്റെ ചികിത്സ ഇനിയും മുന്നോട്ട് പോയേ പറ്റൂ. അതിനി എത്ര കാലം വേണമെന്ന് വെച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല. തൽക്കാലം അതൊന്നും ഏറ്റെടുത്ത് നടത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ. അതുകൊണ്ട് ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? ആമ്പലിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി തുടങ്ങി. നോക്കുമോളെ, ചേച്ചി പറയുന്നതിന്റെ നന്മയ്ക്കാണ്. ചേച്ചി ഇതുവരെ കാര്യം പറഞ്ഞില്ല. ആമ്പലിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഭയത്തിന്റെ മണികൾ മുഴങ്ങി തുടങ്ങി.
അത് മോളെ, സിത്തു അച്ഛന്റെ കാര്യങ്ങൾ മുഴുവനും ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ വീടിന്റെയും കടയുടെയും ലോണും അവൻ അടച്ചു തീർക്കും. ഇതൊന്നും പോരാതെ ആ 50 സെന്റില്ലേ, അത് നിന്റെ പേരിലോട്ട് മാറ്റാം എന്നും കൂടി അവൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അവൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ത്? നീ അവനെ കല്യാണം കഴിക്കണം. അങ്ങനെയാണെങ്കിൽ അവൻ ഇതൊക്കെ ഏറ്റെടുത്ത് ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മോൾ ഇതിന് സമ്മതിക്കണം. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെടും. കൈവിട്ടു പോകാണ്ടിരുന്ന മുഴുവൻ സ്വത്തും തിരിച്ചു കിട്ടുകയും ചെയ്യും. ആദ്യം വളരെ സമാധാനത്തിൽ പറഞ്ഞു തുടങ്ങിയ ചേച്ചി കാര്യം പറഞ്ഞു പറഞ്ഞ് ഭയങ്കര ആവേശത്തിലാവുന്നത് അവരുടെ ശബ്ദം മാറുന്നതിനനുസരിച്ച് അവക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യവും ഉണ്ട് കേട്ടോ അമ്പലു. ഇതിപ്പോ നിന്നോടുള്ള പ്രേമത്തിന്റെ പേരില അവൻ ഈ 50 സെന്റ് നിന്റെ പേരിലേക്ക് മാറ്റാമെന്ന് പറയുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ അതിന്റെ പകുതി അവകാശം എനിക്കും കൂടി ഉള്ളതാണ് കേട്ടോ. എനിക്കറിയാം നിനതൊക്കെ അറിയാമെന്ന്. എന്നാലും ഞാൻ പറയണമല്ലോ. ഞാൻ പറഞ്ഞില്ലെങ്കിലും നീ അതൊക്കെ എനിക്ക് തിരിച്ചെഴുതി തരുമെന്നും എനിക്കറിയാം. എന്നിരുന്നാലും ഒരു ചേച്ചിയുടെ നിലയിൽ പറഞ്ഞു തരേണ്ട കടമ എനിക്കുണ്ടല്ലോ. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് നിങ്ങൾ സ്നേഹത്തിലിരിക്കുന്ന സമയത്ത് ഇക്കാര്യം നീ ഉറപ്പായിട്ടും സിദ്ധുവിനോട് പറയണം കേട്ടോ. എന്നിട്ട് അതെനിക്ക് എഴുതി തരികയും വേണം. ഈ നേരത്താകുമ്പോ നിനക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. അപ്പോ പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഭാര്യ ആദ്യമായി പറയുന്ന കാര്യം അവൻ തള്ളിക്കളയുമോ? ഒരിക്കലും കളയില്ല. അങ്ങനെയെങ്കിൽ മോൾ അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞാൽ മതി. എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും അതിന്റെ രജിസ്ട്രേഷൻ സമയത്ത് ഞാൻ 2 ദിവസം ലീവ് എടുത്ത് ഒന്ന് ഓടി വരാം. അതുകൊണ്ട് ചേച്ചി പറയുന്നത് മോള് കേൾക്കണം. മോൾ ഈ കല്യാണത്തിന് ഉറപ്പായിട്ട് സമ്മതിക്കണം. അതോടെ നമ്മുടെ എല്ലാം ജീവിതം രക്ഷപ്പെടും. ചേച്ചി ചേച്ചി ഇത് എന്തൊക്കെ എന്നോട് പറയുന്നെന്ന് വല്ല ബോധവുമുണ്ടോ? ആമ്പലുവിന് സങ്കടവും ദേഷ്യവും വെറുപ്പും വിദ്വേഷവും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അതിന് ഞാനിപ്പോ എന്താ ബോധമില്ലാതെ പറഞ്ഞത്? അതുവരെ തേനൊലിപ്പിച്ചുകൊണ്ടിരുന്ന അഞ്ജുവിന്റെ ശബ്ദം മാറി. അച്ഛൻ വയ്യാതെ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടക്കുമ്പോൾ ചേച്ചിക്ക് എങ്ങനെ ഈ സ്വത്തിനെ പറ്റിയും എന്റെ കല്യാണത്തിനെ പറ്റിയും ഒക്കെ ആലോചിക്കാൻ പറ്റുന്നത്? അവളുടെ ആ ചോദ്യത്തിൽ അഞ്ജു പതറി. എന്നിട്ടും സന്ദർഭത്തെ ലഘൂകരിക്കാൻ എന്ന പോലെ അവള് മെല്ലെ പറഞ്ഞു തുടങ്ങി. അതിന് ഞാൻ നിന്റെ കല്യാണത്തിന്റെ കാര്യം മാത്രമല്ലല്ലോ പറഞ്ഞത്, അച്ഛന്റെ ചികിത്സയുടെ കാര്യം കൂടിയല്ലേ. ഈ ഒരു കാര്യം നടന്നാൽ ഏറ്റവും കൂടുതൽ ഗുണം അച്ഛനല്ലേ. അച്ഛന്റെ ഹോസ്പിറ്റൽ ബില്ല് മുഴുവനും അവൻ അങ്ങ് നോക്കത്തില്ലേ. ചേച്ചി, അത് നമ്മുടെ അച്ഛനാണ്. ആ അച്ഛനെ നോക്കേണ്ടത് നമ്മളല്ലേ. ആദ്യമായി ആമ്പലിന്റെ ശബ്ദം ഉയർന്നു. അത് നമ്മളാണ് നോക്കേണ്ടത്, സമ്മതിച്ചു. അതിന് നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അഞ്ജുവിന്റെ ആ ചോദ്യത്തിൽ അമ്പലുവിന്റെ വായടഞ്ഞു. ഞാനിപ്പോ ഇത് ചോദിച്ചുകൊണ്ട് നീ വേണമെങ്കിൽ തിരിച്ചു വയ്ക്കും എനിക്ക് ചെയ്യാൻ പറ്റില്ലേന്ന്. സത്യം പറഞ്ഞാൽ ആമ്പൽ അത് ചോദിക്കാൻ വരികയായിരുന്നു. പറ്റില്ല അമ്പു. ഒന്നാമത് ഇവിടെ വന്നങ്ങോട്ട് സെറ്റിലായ എന്റെ കടങ്ങൾ തന്നെ ബാക്കിയാണ്. അതുകൂടാതെ ജോലി റെഡിയായിട്ട് വെറും 2 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടുന്ന് കിട്ടുന്ന വരുമാനം റെന്റിനും കുഞ്ഞിന്റെ ഡേ കെയറിലേക്കും പിന്നെ നാട്ടിൽ പണയം വെച്ച ഗോൾഡിന്റെ പുറത്തുമൊക്കെ അയക്കുമ്പോഴത്തേക്കും അങ്ങ് തീരുവ. എനിക്ക് അച്ഛൻ എന്ന റെസ്പോൺസിബിലിറ്റി കൂടി തലയിലെടുത്ത് വെക്കാൻ പറ്റില്ല. അത് വല്ലാത്തൊരു ലയബിലിറ്റിയാണ്. ആയ കാലത്ത് സമ്പാദ്യമൊന്നും ഉണ്ടാക്കാതെ ഇപ്പൊ മക്കൾക്ക് ഭാര്യമായിരിക്കുന്നു. അതുകൊണ്ട് നീ മതി ചേച്ചി, നിർത്തിക്കോ. എടി ഞാനൊന്ന് പറയട്ടെ. ചേച്ചി ഇനി ഒരു കാര്യവും പറയണമെന്നില്ല. നമ്മുടെ അച്ഛനിപ്പോൾ കടക്കാരനായെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, ചേച്ചി അമ്മയും. ആവശ്യമില്ലാത്ത ധൂർത്തും ആർഭാടവും കാണിക്കാൻ വേണ്ടി ഓരോരോ നാടകം കാണിച്ച് അച്ഛനെ ഇത്രയും വലിയ കടക്കാരനാക്കിയത് ചേച്ചി ഒറ്റയൊരുത്തിയാണ്. അമ്പു, നീ ഇത് പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാ? ഇന്ന് വരെ തിരിച്ചൊരു വാക്ക് സംസാരിക്കാത്ത അനിയത്തിയുടെ വായിൽ നിന്ന് കേട്ട വാക്കുകൾ സത്യം പറഞ്ഞാൽ അഞ്ജുവിനെ ഞെട്ടിച്ചിരുന്നു. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ചേച്ചിയും പോകണ്ട. ഇനി മേലിൽ ഇക്കാര്യം പറഞ്ഞ് ചേച്ചി എന്നെ ഫോൺ ചെയ്യരുത്. ഇതെന്നല്ല ഇനി ഒന്നും. അവിടെ നിന്നൊരു വാക്കുപോലും കേൾക്കാൻ നിൽക്കാതെ അവൾ ഫോൺ വേഗം കട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഒരു വാശിക്കത്രയുമൊക്കെ കയറി പറഞ്ഞെങ്കിലും അഞ്ജു പറഞ്ഞ ഓരോ വാക്കും അവളുടെ ഹൃദയത്തെ ഒരു സ്ഫടികപാത്രത്തിനെ ചിന്നി ചിതറിക്കുന്ന പോലെ തവിട് പൊടിയാക്കി. അച്ഛൻ എപ്പോഴും പ്രിയപ്പെട്ട മക്കളായിരുന്നു തങ്ങൾ. ഒന്നിനും പക്ഷാഭേദമോ കുറവോ കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ചേച്ചിയുടെ നാടകത്തിന്റെ മുന്നിൽ പാവം അത്രയും തോറ്റുപോയത്. എന്നിട്ടിപ്പോൾ അച്ഛൻ കടക്കണ്ണിൽ പെട്ടതുപോലും. ജോലിയുള്ളതുകൊണ്ട് നാട്ടിലേക്ക് വരാൻ സമയമില്ല. പക്ഷേ വസ്തു എഴുതുവാനാണെങ്കിൽ എങ്ങനെ 2 ദിവസത്തെ ലീവ് കിട്ടുമെന്ന് അവൾക്ക് അഞ്ജുവിനോട് ദേഷ്യത്തിലും അധികം പുച്ഛമാണ് തോന്നിപ്പോയത്. അച്ഛന്റെ കട്ടിലേക്ക് തല കുമ്പിട്ടിരുന്നവൾ ശബ്ദമില്ലാതെ ഏങ്ങിക്കരഞ്ഞു.
ആ സമയത്താണ് ക്യാൻറ്റീനിലേക്ക് പോയ മഞ്ജു കയറി വരുന്നത്. ഫോൺ കട്ടിലിലേക്ക് കുനിഞ്ഞു കിടക്കുന്നത് കണ്ട് സംശയത്തോടെ അവര് വന്ന് ഫോൺ എടുത്തു. കയ്യിലിരുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന കോള് കണ്ടപ്പോൾ അഞ്ജുവിന്റെ ആണെന്ന് മനസ്സിലായി. കട്ടിലിൽ കിടക്കുന്ന ഭർത്താവിനെയും കുമ്പിട്ടിരിക്കുന്ന മകളെയും നോക്കി അവർ ഫോണുമായി പുറത്തിറങ്ങി. എടി, ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞത് മഞ്ജുവിന്റെ അലർച്ചയിൽ ഉറങ്ങിക്കിടക്കുന്ന അശോകനും അദ്ദേഹത്തിന് അരികിലായിരുന്ന ആമ്പലും ഞെട്ടി മുഖമുയർത്തി നോക്കി. മിണ്ടാപ്പൂച്ച പോലെ ഇരുന്നിട്ട് നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ? നീ എന്തൊക്കെയാടി എന്റെ മോളോട് പറഞ്ഞത്? നിന്റെ ജീവിതം നന്നാവട്ടെ എന്ന് കരുതി ഞാനും അവളും ഓരോന്ന് പറഞ്ഞു തന്നപ്പോൾ ഇപ്പൊ ഞങ്ങളായോ നിനക്ക് ശത്രു? ചോദിക്കുന്നതിനൊപ്പം തന്നെ അവരാ കൈ വീശി അവളുടെ തോളിൽ ഒരൊറ്റ അടിയായിരുന്നു. വേദനയിൽ അവളുടെ കണ്ണുകൾ നീറി. അശോകന് കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും മഞ്ജുവിന്റെ പെരുമാറ്റം ഇഷ്ടപ്പെടാത്ത പോലെ അയാൾ അവരെ വിളിക്കാൻ തുടങ്ങിയാലും വാക്കുകൾ പലതും അവ്യക്തമായി. ജൂ, എത്ര ബലപ്പെട്ടിട്ടും അത്രേ പുറത്തു വന്നതെന്നുള്ളൂ. മനുഷ്യ, മിണ്ടാതെ കിടന്നണം. ആദ്യം നിങ്ങളുടെ മോളോട് ഞാനും സംസാരിക്കട്ടെ, എന്നിട്ടേ ഉള്ളൂ നിങ്ങളോട്. അവര് ദേഷ്യത്തോടെ ആമ്പലിന്റെ നേരെ തിരിഞ്ഞതും ആമ്പലിന്റെ കയ്യിൽ അശോകന്റെ വലതുകൈ മുറുകി. ആ നേരം വരെ പേടിച്ചാകെ വിറച്ചവൾക്ക് അച്ഛന്റെ ആ സ്പർശം നൽകിയ ധൈര്യം ചെറുതൊന്നുമായിരുന്നില്ല. അമ്മേ, നമുക്ക് പുറത്തു നിന്ന് സംസാരിക്കാം. അച്ഛൻ റെസ്റ്റ് എടുത്തോട്ടെ. ദേഷ്യം വന്നാൽ അമ്മയുടെ നാവിൽ നിന്ന് എന്തൊക്കെ വീഴുമെന്ന് ദൈവം തമ്പുരാന് പോലും അറിയില്ല. ഒന്നാമത് അച്ഛന് വയ്യ, അതിന്റെ കൂടെ ഇനിയും പ്രഷർ കൂടിയാൽ. അച്ഛനെ പറ്റി ആലോചിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. അങ്ങനെ പുറത്തു നിന്ന് സംസാരിക്കുന്നില്ല. നമ്മൾ പറയുന്നത് ഇദ്ദേഹം കേൾക്കട്ടെ. ഇനിയിപ്പോ ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മ പ്ലീസ്, വെറുതെ അച്ഛനെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നും ഇവിടെ പറയണ്ട. അച്ഛൻ അച്ഛൻ അച്ഛൻ, നിനക്ക് ഈ ലോകത്ത് അച്ഛൻ മാത്രമേ ഉള്ളൂ? പിന്നെ ഞാനും നിന്റെ ചേച്ചിയൊക്കെ ആരാടി നിനക്ക്? അവൾക്ക് അടുത്തേക്ക് ചെന്നവരാ കൈത്തുടയിൽ അമർത്തിപ്പിച്ചി. സ്വർഗം കണ്ടുപോയി പെണ്ണ്. അമ്മേ. അമ്മയല്ലടി, അച്ഛൻ. നീ എന്തൊക്കെ വേണ്ടതിന് മടി അഞ്ജുനോട് വിളിച്ചു പറഞ്ഞത്? ആ കൊച്ചു കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് എന്നെ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ചേച്ചി കരയാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറഞ്ഞില്ലേ? പിന്നെ നീ മിണ്ടാഞ്ഞിട്ടാണോടി അവള് നെഞ്ചുപൊട്ടി കരഞ്ഞത്? ചേച്ചി എന്താ അമ്മയോട് പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ വേണ്ടാത്ത ഒരു കാര്യവും ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടില്ല. പിന്നെ അവളാണോ നിന്നോട് പറഞ്ഞത്? അതെ, ചേച്ചി എന്നോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോഴും അശോകൻ വലതു കൈകൊണ്ട് മോളുടെ വിരൽത്തുമ്പിൽ പിടിച്ചു വലിക്കുന്നുണ്ടായിരുന്നു. പറയാ അച്ഛാ, അച്ഛനെ സമാധാനത്തോടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാം പറയാമെന്ന് കരുതിയിരുന്നതാ. പക്ഷെ ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നു. കണ്ണ് നിറഞ്ഞൊഴുകുന്നത് തുടച്ചുകൊണ്ടാണ് അവൾ ആ മുഖത്തേക്ക് നോക്കി പറഞ്ഞത്. എന്ത് വേണ്ടാതീനമാണടി എന്റെ മോള് നിന്നോട് പറഞ്ഞത്? അപ്പോ ചേച്ചി പറഞ്ഞതൊക്കെ ശരിയാണെന്നാണോ അമ്മയും പറയുന്നത്? പിന്നല്ലാതെ, നിനക്കറിയാലോ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ. നാളെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് നിന്റെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് പോകണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ വേണം. കയ്യിലും കാതിലും ഉള്ളതൊക്കെ വിറ്റുപിറക്കി അടയ്ക്കാമെന്ന് വെച്ചാൽ പോലും ഇങ്ങനെ കൊണ്ട് ഏത് വീട്ടിലേക്ക് പോകും നമ്മൾ? ഇന്നോ നാളെയോ ജപ്തി ചെയ്യാൻ കിടക്കുന്ന ആ വീട്ടിലേക്കോ? ഇനിയിപ്പോ വല്ല വാടക വീട്ടിൽ പോയി താമസിക്കാന്ന് വെച്ചാൽ ആ വീടിന്റെ വാടകയും ഇങ്ങേരുടെ ചികിത്സയുമൊക്കെ ആര് നോക്കുമെന്നാ? നീ നോക്കുമോ? അലച്ചു പേർക്കിയുള്ള മഞ്ജുവിന്റെ സംസാരം ഏറ്റവും കൂടുതൽ തളർത്തിയത് അശോകനെയാണ്. 1 രൂപ പോലും വരുമാനം ഉണ്ടാക്കി വെക്കാതെ ആവശ്യത്തിലധികം കടമുണ്ടാക്കി വെച്ചിട്ടാണ് നിന്റെ അച്ഛൻ ഈ കിടപ്പ് കിടക്കുന്നത്. നാളെ ഇവിടെ നിന്നിറങ്ങിയാൽ ഒരു നേരത്തെ കഞ്ഞി കുടിക്കണമെങ്കിൽ പോലും 10 രൂപ തികച്ചെടുക്കാൻ നിന്റെ അച്ഛൻ അലമാരിലൊന്നും കൂട്ടിവെച്ചിട്ടില്ല. അങ്ങനെ ആകെ നാണം കെട്ട് പാപ്പരായി നിൽക്കുന്ന നേരത്ത് ആ ചെക്ക സഹായിക്കാന്ന് പറയുമ്പോൾ നിനക്ക് പറ്റില്ല അല്ലേ? സിദ്ധുവേട്ടൻ സഹായിക്കാമെന്നാണോ അമ്മ പറഞ്ഞത്? എന്നിട്ട് അങ്ങനെയല്ലല്ലോ ചേച്ചി എന്നോട് പറഞ്ഞത്. കണ്ണുനീരൊഴുക്കി തൊണ്ട ഇടറുമ്പോഴും അവൾ അച്ഛന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. അതെ, അവൻ സഹായിക്കും. പക്ഷെ വെറുതെ അങ്ങനെ സഹായിക്കാൻ? കാര്യത്തിൽ പറഞ്ഞു വന്നവർ അവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് അറച്ചു. കാരണം ഇനി പറയാൻ പോകുന്ന കാര്യം അശോകേട്ടൻ കേട്ടാൽ ഈ അവസ്ഥയിലാണെങ്കിലും അയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ പറ്റില്ല. സഹായിക്കാൻ? അമ്മ എന്താ നിർത്തിയത്? അത് അത് പിന്നെ അവന് തന്നെ അത്രയും ഇഷ്ടമായത് കൊണ്ടല്ലേ? അവര് പെട്ടെന്ന് പറഞ്ഞു വെപ്പിച്ചു. എന്നെ അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാകും എന്റെ അച്ഛനെ വെച്ച് തന്നെ വിലപേശിയത് അല്ലേ? കരഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ ചോദിക്കുന്നവളുടെ കൈ അയാൾ ഞെക്കിപ്പിടിച്ചു. എന്താ ഉമ്പു മോളെ? ചിതറിപ്പോകുന്ന വാക്കുകളെ കൂട്ടിപ്പെറുക്കി അയാൾ ചോദിക്കുമ്പോൾ ആകെ തകർന്നിരിക്കുന്നവൾ എല്ലാം പറയാൻ നിർബന്ധിതയായി. സിദ്ധുവേട്ടനെ എന്നെ കല്യാണം കഴിക്കണമെന്നച്ചാ. ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ അച്ഛനെ നോക്കിക്കോളാമെന്ന്. ചേച്ചിയും വിളിച്ചിരുന്നു ഇതൊക്കെ എന്നോട് പറയാൻ വേണ്ടി. ഒപ്പം കല്യാണം കഴിച്ചാൽ മറ്റൊരു ഓഫർ കൂടിയുണ്ട്.
അച്ഛൻ അദ്ദേഹത്തിന് എഴുതി കൊടുത്ത ആ 50 സെന്റ് വസ്തുവില്ലേ, അത് എന്റെ പേരിലാക്കാമെന്ന്. സിദ്ധുവിന്റെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നെങ്കിലും താനിങ്ങനെ കിടക്കുന്ന ഈ നിമിഷം അവൻ വിലപേശുമെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയില്ല. അത് ഒപ്പം പിടിക്കാൻ തന്റെ ഭാര്യയും മകളും. അതുമാത്രമല്ല അച്ഛാ കേട്ടോ, സിദ്ധുവേട്ടൻ ആ 50 സെന്റ് എന്റെ പേരിൽ എഴുതിയാൽ പകുതി അവകാശം ചേച്ചിക്കാണെന്നും ചേച്ചി ഓർത്തു പറഞ്ഞിട്ടുണ്ട്. അച്ഛന് വയ്യെന്നറിഞ്ഞപ്പോൾ നാട്ടിലേക്ക് വരാൻ സൗകര്യമില്ലാത്ത ചേച്ചിക്ക് പ്രമാണം എഴുതുമ്പോൾ വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സമയമുണ്ടാക്കി 2 ദിവസം വരാമെന്ന് ഏറ്റിട്ടുണ്ട്. എന്താ അല്ലേ അച്ഛാ? എടി, നീ എന്തൊക്കെ വേണ്ടതിനും ഈ വിളിച്ചു പറയുന്നത്? അവള് അവൾ അങ്ങനെയൊന്നും ആകില്ല ഉദ്ദേശിച്ചത്. ഇതിപ്പോ ജോലിക്ക് കയറി കുറച്ചു ദിവസം ആയതുകൊണ്ട് അശോകൻ ഇങ്ങനെ കിടന്നിട്ടും അവൾക്ക് വരാൻ പറ്റാത്തതാണ്. അല്ലാതെ അവര് വേഗം വന്നവളെ അയാളുടെ അടുക്കൽ നിന്നും പിടിച്ചു മാറ്റിക്കൊണ്ട് ചോദിച്ചു, അമ്മ ചേച്ചിയെ കൂടുതൽ ന്യായീകരിക്കണ്ട. ഇന്ന് ആ വസ്തുവിന്റെ പകുതി എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞാൽ ഇത്രയും ലീവില്ലാത്ത ചേച്ചി മറ്റന്നാൾ ഇവിടെ ഉണ്ടാകും. സംശയമുണ്ടായാൽ തെളിയിക്കാൻ ഞാൻ. എന്തേ, തെളിയിക്കട്ടെ? അഞ്ചു പറഞ്ഞതും മഞ്ജുവിന്റെ ന്യായീകരിച്ചുകൊണ്ടുള്ള സംസാരമൊക്കെ കൂടെ അവൾക്ക് ദേഷ്യം കൊണ്ട് പുകയാൻ തുടങ്ങിയിരുന്നു. നെഞ്ചു വേദനിച്ചിരുന്ന തന്തയുടെ മുന്നിൽ വെച്ചാന്നോടി അദ്ദേഹത്തിന് വിഷമുണ്ടാക്കുന്ന ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നത്? മഞ്ജു പെട്ടെന്ന് അവളെ വിലക്കി. കുറച്ചു മുന്നേ വന്ന് ഇത്രയുമൊക്കെ അലച്ചപ്പോൾ അമ്മയ്ക്ക് അറിയില്ലായിരുന്നോ അച്ഛന് വയ്യായിരുന്നു എന്ന്? പിന്നെയും അവളെ പിച്ചാൻ വന്ന കൈ ഇത്തവണ ആമ്പലു തള്ളി മാറ്റി. പിന്നെ അമ്മയോടും ചേച്ചിയോടും കൂടി പറയുന്നുണ്ടല്ലോ എന്റെ അച്ഛനെ പറ്റിയും അച്ഛനുണ്ടാക്കി കൂട്ടിയ കടങ്ങളെ പറ്റിയും. നെഞ്ചിൽ കൈതൊട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാൻ പറ്റുമോ ഈ കടങ്ങളൊക്കെ എന്റെ അച്ഛൻ അറിഞ്ഞുകൊണ്ട് ആൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന്? കത്തുന്ന കണ്ണുകളോടെയുള്ള അവളുടെ ആ ചോദ്യത്തിൽ മഞ്ജുവിന്റെ മിഴികൾ താന്നു. എന്റെ അച്ഛൻ കടക്കാരനായതല്ല, നിങ്ങൾ അമ്മയും മോളും കൂടി ആക്കിയതാണ്. അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ആരെങ്കിലും കടത്തിന്റെ പേരിൽ എന്റെ അച്ഛനെ താഴ്ത്തി കെട്ടിയാൽ. ആദ്യമായി തനിക്ക് നേരെ വിരലുകളെ ഉയർത്തി സംസാരിക്കുന്ന മകളെ കണ്ട് മഞ്ജു ഭയന്നു. ഇന്നലെ ചേച്ചി എന്നോട് ചോദിച്ചായിരുന്നു, ചേച്ചിക്ക് അച്ഛനെ നോക്കാൻ പറ്റില്ല, നീ നോക്കുമോന്ന്. ദാ ഇപ്പൊ അമ്മയും ചോദിച്ചു. മറുപടി നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയാണ്. എന്റെ അച്ഛനെ നിങ്ങൾ രണ്ടുപേരും നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം, ഞാൻ മാത്രം. അപ്പോ അടുത്ത ഭാഗവുമായിട്ട് വേഗത്തിൽ തന്നെ കാണാമേ.